ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്രമാത്രം അക്രമാസക്തമായ രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്, ജനങ്ങളെ പേടിപ്പിക്കുന്ന പ്രകടനങ്ങളുണ്ട്. നിന്നെ പിന്നെ കണ്ടോളാം, ലക്ഷം ലക്ഷം പിന്നാലെ, ഇക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് പറയുന്നവരുണ്ടാകാം. പാവപ്പെട്ട പോലീസുകാർ അതിനും വേണം കാവൽ നിൽക്കുക. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇതാ ജനങ്ങളെ, നമുക്ക് യോജിക്കുവാനും ഒന്നിക്കുവാനും ലോകത്തെ മുഴുവൻ കത്തിക്കാളുന്ന തീവ്രവാദത്തെ രക്ഷിക്കുവാനും ഇതാ ഒരു ഏകദൈവ വിശ്വാസമുണ്ട് എന്നാണ്. ഇത് ഒരു വ്യാമോഹമല്ല, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു കടങ്കഥയല്ല, കെട്ടുകഥയല്ല. സൂര്യനെ നോക്കൂ, ചന്ദ്രനെ നോക്കൂ, നക്ഷത്രങ്ങളെ നോക്കൂ. സൂര്യനെ പടച്ചതാരാണ്? ചന്ദ്രനെ പടച്ചതാരാണ്? നക്ഷത്രങ്ങളെ പടച്ചതാരാണ്? അല്ലേ? നമ്മുടെ വിരലടയാളം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ വിരലടയാളം മാത്രം നോക്കിയാൽ മതി. ഒരാളുടെ വിരലടയാളം മറ്റൊരാൾക്ക് പകർത്താൻ സാധ്യമല്ല. കുറ്റാന്വേഷണ രംഗത്തെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക, ഡോക്ടർ മുരളീകൃഷ്ണയുടെ പുസ്തകങ്ങളൊക്കെ നോക്കുക. വിരലടയാളമാണ് ഒരുപാട് വലിയ പ്രമാദമായ കേസുകൾ തെളിയിച്ചത്. ഒരടയാളവും ശേഷിക്കാതെ എത്ര വലിയ സമർത്ഥനായ കൊലപ്പുള്ളിയും കുറ്റവാളിയും രക്ഷപ്പെട്ടാലും ശരി, അയാൾ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടോ അവിടെ വിരലടയാളമുണ്ടാകും. ഈ ലോകത്തെ മറ്റാരുടെ വിരലടയാളം പോലെ അല്ല നിങ്ങളുടെ വിരലടയാളം. നിങ്ങളുടെ വിരലടയാളം പോലെ ലോകത്ത് വേറൊരാളുടെ വിരലടയാളം ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യന്റെ വിരലറ്റങ്ങൾ ശരിപ്പെടുത്താൻ ശക്തനാണ് നാം. മനുഷ്യന്റെ വിരലറ്റങ്ങൾ ശരിപ്പെടുത്താൻ ശക്തനാണ് നാം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അറിയാൻ, ഈ മതത്തെ അറിയാൻ ജനങ്ങളോട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനം NDF അല്ല, പോപ്പുലർ ഫ്രണ്ട് അല്ല, RSS അല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല. മുജാഹിദ് പ്രസ്ഥാനം ആദ്യകാലം മുതൽ തന്നെ സകലമാന തീവ്രവാദങ്ങളെയും എതിർക്കുന്നു. ജനങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രസ്ഥാനമുണ്ട്, RSS പോലെ. എന്താണ്? ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കലാണ് മുസൽമാന്റെ ലക്ഷ്യം എന്ന് പറയുന്ന പ്രസ്ഥാനം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം യോജിച്ച് നടന്നപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ നിന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം എന്താ? ഇന്ത്യ സ്വതന്ത്രമാകണ്ട എന്ന് വിചാരിച്ചല്ല, മറിച്ച് ഇന്ത്യ സ്വതന്ത്രമായാൽ ഇവിടെ ഭരിക്കാനുള്ളത് അമുസ്ലിങ്ങളായിരിക്കും. അത് പാടില്ല, മുസ്ലിങ്ങൾക്ക് മാത്രമേ ഭരണം പാടുള്ളൂ, മുസ്ലിങ്ങൾ ഭരിക്കാൻ പറഞ്ഞവരാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. അത് തന്നെയല്ലേ RSSന്റെ വാദവും? അല്ലേ? ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണ്, ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ജനത, അതിനാവില്ലെങ്കിൽ പുറത്തു പോകൂ എന്ന് പറയുന്നു. അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയോട് പറഞ്ഞു, നിങ്ങളുടേത് ഇസ്ലാം മതമല്ല, നിങ്ങളുടേത് തീവ്രവാദമാണ്. കാരണം പടച്ചോൻ പറയുന്നത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. സൂറത്ത് മുംതഹനയിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങളുമായി മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകളുമായി നല്ല നിലയിൽ പെരുമാറുന്നതിന്, അവർക്ക് സേവനം ചെയ്യുന്നതിന് അല്ലാഹു ഒരിക്കലും വിരോധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യ പോലുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. നമുക്കിവിടെ ജീവിക്കണം, നമുക്കിവിടെ സ്വാതന്ത്ര്യം വേണം, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, മതസ്വാതന്ത്ര്യം വേണം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, അത്രയേ ഉള്ളൂ. ഈ അടിസ്ഥാനത്തിലാണ് നൂറ്റാണ്ടുകാലമായി മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായത്, വൈസ് പ്രസിഡന്റായത്, ഉപപ്രധാനമന്ത്രിയായത്, മുഖ്യമന്ത്രിയായമാരായത്, MLA-മാരും MP-മാരുമായത്, രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായതുകൊണ്ട്, അല്ലേ? വിദ്യാഭ്യാസമുണ്ടായതുകൊണ്ട്, അല്ലേ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, അനിസ്ലാമികമായ ഇസ്ലാമിൻ്റെതല്ലാത്ത സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല, അത് കലാലയമല്ല കൊലാലയമാണ്. സമസ്ത പറഞ്ഞു, മുസ്ലിയാക്കന്മാര് പറഞ്ഞു, ഒരു കാലത്തും ലാ തജ്അലുൽ ബാനീന മദ്രസ വഴിയിൽ യതഅല്ലമൂന, മദ്രസയിലേക്ക് പോലും മക്കളെ പറഞ്ഞേക്കാൻ പാടില്ല. എന്താ കാരണം? മദ്രസ എന്നത് പുത്തൻവാദികളുടെ സ്ഥാപനമാണ്. ഇപ്പോഴതാ മദ്രസകൾ ധാരാളമായി വന്നു. ആരാ മദ്രസ തുടങ്ങിയത്?
മുജാഹിദ് പ്രസ്ഥാനമാണ്. എഴുത്തും വായനയും പെൺകുട്ടികൾക്ക് പഠിക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ അത് തീർത്തും നിഷിദ്ധമാണ് എന്ന് സമസ്ത പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വെച്ച് പ്രമേയം പാസാക്കി. കണ്ണവത്തെ പള്ളിയിലെ മുസ്ലിയാരോട് ഉസ്താദിനോട് ബഹുമാനത്തോടെ ചോദിച്ചു നോക്കൂ, നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നാണക്കേട് അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു കുട്ടികൾ പഠിക്കണം, എഴുത്തും വായനയും ശീലിക്കണം, എഴുത്തും വായനയും ശീലിക്കണം. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിലുണ്ട് ഉയർന്ന ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല മുസ്ലിങ്ങള്. മന്ത്രിയാകാൻ പാടില്ല, MLA ആകാൻ പാടില്ല, MP ആകാൻ പാടില്ല, ഗവർണറാകാൻ പാടില്ല. നോക്കണം, ഗവർണറാകാൻ പാടില്ല, ഗവർണറുടെ ചെരുപ്പ് തുടക്കുന്ന ചപ്രാസിയാകാം, കഷ്ടം. MLA ആകാൻ പാടില്ല, MLA പ്യൂണാകാം, MP ആകാൻ പാടില്ല, MP ഗൺമാൻ ആകാം. അപ്പൊ നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളൊക്കെ ലോകത്തുണ്ടായിട്ടുണ്ട്. ഒരു തുള്ളി ചോര അവിടെ ചിന്തിയാൽ ഒരു റാത്തൽ ചോര അവിടെ ചിന്തണം എന്ന് PDPയുടെ പഴയ ചെയർമാൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഭയപ്പെടുന്നത് RSSനെയല്ല, പിന്നെയോ അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗ കാസറ്റുകളെയാണ്. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയുള്ള വീരവാദം മുഴക്കേ, വമ്പും അഹങ്കാരവും പറയേ, തീവ്രവാദം പ്രചരിപ്പിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത്തരം ആളുകളൊന്നുമില്ല. ജനങ്ങളോട് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുക, മാനം മര്യാദക്ക് ജീവിക്കട്ടെ അവർ. മതഘോഷയാത്രകൾ നിരോധിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ്. മതഘോഷയാത്രകൾ നിരോധിക്കണം. നടുറോട്ടിലൂടെ മതം ഘോഷയാത്ര നടത്തുന്നത് തെറ്റാണ്. കാരണം മതഘോഷയാത്രകളാണ് വർഗീയതയുടെ ഒരു കാരണം. ആളിക്കത്തുന്ന വർഗീയ വിദ്വേഷം, പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും അക്രമാസക്തമാകുന്നു. പ്രകടനത്തിലെ മുദ്രാവാക്യം പ്രകോപനപരമാകുന്നു. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു റോഡ് മതത്തിന് വിട്ടുകൊടുക്കണ്ട, അതൊക്കെ വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ്. ഏത് തരം പ്രകടനമായാലും മുദ്രാവാക്യമായാലും നോക്കുക, അക്രമാസക്തമാണ് പലപ്പോഴും. റോഡ് ബ്ലോക്കാകുകയാണ്. ഇമാത്തത്തുൽ അദാനി ത്വരീഖ് സദഖ, റോഡിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ധർമ്മം എന്നത്രേ മുഹമ്മദ് നബി 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റോഡിലെ ബ്ലോക്ക് നീക്കലാണ് ധർമ്മം. എന്നിട്ട് മുസ്ലിയാക്കന്മാർ മുന്നിൽ നിൽക്കുന്നു, റോഡ് ബ്ലോക്കാക്കി നബിതന റാലി നടത്താൻ. മുഹമ്മദ് നബിയെ ബഹുമാനിക്കലാണോ അപമാനിക്കലാണോ? മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു ശരിയല്ല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരേണമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. ആ ശ്രീനാരായണ ഗുരുവെ അപമാനിക്കാൻ റോഡ് ബ്ലോക്കാക്കിയിട്ട് മറ്റുള്ളവരുടെ സുഖം നശിപ്പിച്ചുകൊണ്ട് SNDP പ്രകടനം നടത്തുന്നു. ബഹുമാനമോ അപമാനമോ? ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ ഗാന്ധിജിയുടെ അനുയായികൾ റോഡ് ബ്ലോക്കാക്കി പ്രകടനം നടത്തുന്നു? ലക്ഷം പിന്നാലെ ഇക്കളി തീക്കളി സൂക്ഷിച്ചോ എന്നല്ലേ പറയുന്നത്? അല്ലേ? രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് രാമൻ എന്ന വാക്കിന്റെ അർത്ഥം. ശ്രീരാമൻ. ആ ശ്രീരാമന്റെ അനുയായികളല്ലേ റോഡ് ബ്ലോക്കാക്കി പ്രകടനം നടത്തുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്ക എന്ന് പഠിപ്പിച്ച യേശുവിന്റെ അനുയായികൾ റോഡ് ബ്ലോക്കാക്കി പ്രകടനം നടത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു മതഘോഷയാത്രകൾ നിരോധിക്കണം, മതഘോഷയാത്രകൾ നിരോധിക്കണം. അപ്പോൾ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദുആയിരക്കുക. എന്തിന് ചങ്ങാതിമാരെ അത് ചെയ്യണം? ഒന്നുമില്ല. നമുക്കൊരാളൊരു കാലിച്ചായ തന്നാൽ അതിന് നന്ദി വേണ്ടേ? വേണം. തിരക്കുള്ളൊരു ബസ് കയറി നമ്മുടെ കയ്യിൽ കൊട്ടയും വട്ടിയും കുട്ടിയുണ്ട്. ഒരാൾ നമുക്ക് ലേശം നീങ്ങിത്തന്നു, ഭയങ്കരമായ ആശ്വാസമായി. ഒരാൾ നമുക്കൊരു സീറ്റ് തന്നു, 60-ലധികം ആളുകളുള്ള ബസ്സിൽ ഒരാൾ നമുക്ക് സീറ്റ് തന്നു. നന്ദി കാണിക്കണ്ടേ? വേണ്ടേ? വേണം. ആരോട് നന്ദി കാണിക്കണം? സീറ്റ് തന്ന ആ വ്യക്തിയോട് നന്ദി കാണിക്കണോ? സീറ്റ് തരാത്ത മറ്റുള്ളവരോട് നന്ദി കാണിക്കണോ? സീറ്റ് തന്നവരോട് നന്ദി കാണിക്കണം. ഈ ലോകത്ത് നമുക്ക് ജനിക്കാനൊരു സീറ്റ് തന്നത്, ജീവിക്കാനൊരു സീറ്റ് തന്നത് ആരാണ്? ശ്രീരാമന് മുമ്പ്, യേശുവിന് മുമ്പ്, മൊഹീദ്ദീൻ ശേഖിന് മുമ്പ്, വെളുമ്പത്ത് മക്കാമിലെ ഔലിയാക്ക് മുമ്പ്, ഖാജാ മുഈനുദ്ദീൻ ചിസ്തിക്ക് മുമ്പ്, ഏർവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിമിന് മുമ്പ്, ഓമാനൂർ സുഹദാക്കൾക്ക് മുമ്പ്, പാപ്പിനിശ്ശേരി 3 വെറ്റുമ്മ ബീവിക്ക് മുമ്പ്, ഉള്ളാളം